ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ നടിമാരായ തമന്ന പാട്ടിയെയും കാജൽ അഗർവാളിനെയും പോലീസ് ചോദ്യം ചെയ്യും. 2.5 കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ പുതുച്ചേരി പോലീസാണ് ഇരുവരെയും ചോദ്യം ചെയ്യുന്നത്. പുതുച്ചേരി മൂലക്കുളം സ്വദേശിയും മുൻ സൈനികനുമായ അശോകൻ നൽകിയ പരാതിയിലാണ് പോലീസ് ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. ക്രിപ്റ്റോ കറൻസി നിക്ഷേപ പദ്ധതിയിൽ വഞ്ചിക്കപ്പെട്ടുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഓൺലൈനിൽ ഒരു പരസ്യം കണ്ടതിനു ശേഷമാണ് ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചതെന്ന് അശോകന്റെ പരാതിയിൽ പറയുന്നു. പിന്നാലെ ഒരു അജ്ഞാത വ്യക്തിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 10 ലക്ഷം രൂപ പദ്ധതിയിൽ നിക്ഷേപിക്കുകയായിരുന്നു. ശേഷം 2022 കോയമ്പത്തൂരിൽ നടന്ന ഒരു കമ്പനിയുടെ ലോഞ്ചിങ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ഇവിടെ തമന്ന പാട്ടിയും മറ്റു ചില താരങ്ങളും സന്നിഹിതരായിരുന്നു. പ്രമുഖരായ ആളുകളുടെ പങ്കാളിത്തവും പരിപാടിയുടെ വിജയവും കണ്ട് പ്രചോദിതനായ അശോകൻ 1 കോടി രൂപ നിക്ഷേപിക്കുകയും തന്റെ 10 സുഹൃത്തുക്കളെ 2.5 കോടി രൂപ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് ശേഷം മഹാബലിപുരത്ത് നടന്ന ചടങ്ങിലേക്കും അശോകൻ ക്ഷണിക്കപ്പെട്ടു. ചടങ്ങിൽ കാജൽ അഗർവാളായിരുന്നു മുഖ്യാതിഥി. പരിപാടിയിൽ 100-ലധികം നിക്ഷേപകർക്ക് 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വിലയുള്ള കാറുകൾ സമ്മാനമായി നൽകിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാറിന് പകരം 8 ലക്ഷം രൂപ കാശ് തന്നാൽ മതിയെന്നായിരുന്നു അശോകന്റെ നിലപാട്. എന്നാൽ കമ്പനി വാഗ്ദാനം പാലിക്കാതെ വന്നതോടെ തന്നെയും മറ്റ് നിക്ഷേപകരെയും വഞ്ചിച്ചുവെന്ന് കാട്ടി അശോകൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയുമായി ബന്ധപ്പെട്ട് നിതീഷ് ജെയിൻ, അരവിന്ദ് കുമാർ എന്നീ 2 പേരെ അറസ്റ്റ് ചെയ്തു. പദ്ധതിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് നടിമാരെ പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഏതായാലും ഈ തട്ടിപ്പ് രാജ്യം മുഴുവൻ അരങ്ങേറുകയാണ്. ഇതിനെ തടയിട്ടില്ലെങ്കിൽ ഒരുപാട് പേരുടെ ലക്ഷങ്ങൾ നഷ്ടമാകും.